സാപ്പിയൻ ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഖത്തറിൽ തന്നെയാണുള്ളത്. ഖത്തറിലെ നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഖത്തറിലെ തന്നെ രണ്ട് VIP മാളുകളാണ്. ഒന്ന് വിലാജിയോയും രണ്ടാമത് ദ പ്ലേസ് വെൻഡം. ഖത്തർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രികളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാളുകളിൽ ആ ആഡംബരം നമുക്ക് കാണാൻ സാധിക്കും. വിലാജിയിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു മനോഹരമായ ഫൗണ്ടൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഒരു രാജകൊട്ടാരം പോലെയാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ അവർ ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമേ പറയാം. ഈ രണ്ട് മാളുകളിലും, അതായത് നമ്മൾ മുന്നേ പറഞ്ഞ വിലാജിയോ ആയാലും വെണ്ടം മാളിലായാലും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പെർമിഷൻ വേണമെങ്കിൽ നമ്മൾ മുൻകൂറായിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്ത് പെർമിഷൻ മേടിക്കണം. പക്ഷേ നമുക്കത് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കുറച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു സെക്യൂരിറ്റി വന്ന് എന്നോട് അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മൾക്കിവിടെ വീഡിയോ എടുക്കണമെങ്കിൽ ഫോണിൽ നമുക്ക് എത്ര വീഡിയോ വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമുക്കൊരു ക്യാമറ, ഒരു പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ ഇവരുടെ പെർമിഷൻ നമ്മൾ നേരത്തെ മേടിക്കണം. ഈ വിലാജിയോയിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് മൾട്ടിപ്പിൾ ബ്രാൻഡ്സിൻ്റെ ഷോറൂമുകളാണ്. എല്ലാം പ്രീമിയം ബ്രാൻഡ്സാണ്. ഗുച്ചി അടക്കമുള്ള വളരെ പ്രീമിയം ബ്രാൻഡുകളുടെ ഒരുപാട് ഷോറൂമുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഈ വിലാജിയോയുടെ ഇൻറ്റീരിയർ വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിലാജിയോ ലോകമെമ്പാടും ഫേമസ് ആയത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഒരു ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലേക്കിൽ നമുക്ക് ബോട്ടിങ് വരെ നടത്താൻ പറ്റും. 10 ഖത്തർ റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബോട്ടിങ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബോട്ടിൽ കയറ്റാൻ പാടില്ല, അങ്ങനെ കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ മാളിൻ്റെ റൂഫിലോട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമുക്കൊരു നീല ആകാശമാണ് കാണുന്നത്. നിറയെ മേഘങ്ങളുള്ള ഒരു നല്ല നീല ആകാശം. പക്ഷേ ഇത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. ഇൻറ്റീരിയറിൽ ഇവർ ഒരു ആകാശവും ഒരു ലേക്കും എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ഈ മാളിൽ ഒരിടത്ത് പോലും നമുക്ക് ലിറ്ററിങ്ങോ അങ്ങനെയുള്ള പൊടികളോ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. വളരെ ഹൈജീനായിട്ട്, വളരെ ക്ലീനായിട്ടാണ് ഇവർ ഈ മാൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകളും ഈ മാളിനോട് പെരുമാറുന്നതും അതേ റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ ഇവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ കൊണ്ടാവാം, അല്ലെങ്കിൽ ഇവിടുത്തെ പണിഷ്മെൻറ്റിനെ ഓർത്തിട്ടാവാം. പക്ഷേ എന്തുകൊണ്ടാണെങ്കിലും വളരെ മനോഹരമായിട്ട്, വളരെ വൃത്തിയായിട്ടാണ് ഈ മാൾ അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആകാശം, അതായത് ഈ മാളിൻ്റെ ടോപ്പ് ഭാഗം അല്ലെങ്കിൽ റൂഫ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കൈയുടെ ഒരു തീമിലാണ്. ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണ് കാണുന്നതെങ്കിൽ കുറച്ചങ്ങോട്ട് മാറിയാൽ മറ്റൊരു സെക്ഷനിൽ അവിടെ കാർമേഘം നിറഞ്ഞൊരു ആകാശം പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ രാത്രി പോലത്തെ ഒരു ആകാശമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ആ സെക്ഷൻ വരുമ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ വിലാജിയോയിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബോട്ട് സവാരി ഒന്ന് ട്രൈ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവർ നമ്മളെ ഈ ബോട്ടിൽ കയറ്റി ഈ ലേക്കിലൂടെ ഈ മാൾ മുഴുവൻ ചുറ്റിക്കാണിക്കും. 2 സൈഡിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്പെൻസീവ് ബ്രാൻഡുകളുടെ ഷോറൂമുകൾ നമുക്ക് കാണാം. ഒരുപാട് പേർ പർച്ചേസ് ചെയ്യുന്നത് കാണാം. ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഇൻട്രാക്ട് ചെയ്യുന്നത് കാണാം. പക്ഷേ ഈ കടകൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല വിലാജിയോ മാളിലെ കാഴ്ചകൾ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഐസ് ഹോക്കി കളിക്കുന്ന ഒരു കോർട്ടടക്കം നമുക്ക് ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ കാണാം. ഞാൻ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ ഇപ്പോൾ ഗെയിമൊന്നും ഓണല്ല. അതുകൊണ്ട് ഗെയിമൊന്നും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെ ഇതിനുള്ളിൽ കാണാം. അതിൻ്റെ ഉള്ളിൽ ജയൻറ്റ് വീൽസ് ഉണ്ട്, റോളർ കോസ്റ്റർ ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് റൈഡുകളുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഗെയിം സ്റ്റേഷൻസ്, അങ്ങനെ ഒരുപാട് റൈഡുകളുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ദ പ്ലേസ് വെൻഡം എന്ന് പറയുന്ന മാളിലേക്കാണ്. ഇത് വിലാജിയോയെക്കാളും വളരെ ആഡംബരം നിറഞ്ഞൊരു മാളാണ്. പോയ വഴി നല്ല മഴയുണ്ടായിരുന്നു. ഖത്തറിൽ വർഷത്തിൽ 1-2 തവണ മാത്രമേ മഴ പെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിലും ഇവിടുത്തെ ഭരണകൂടം ഈ മഴയെ അവർ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഇവിടുത്തെ റോഡുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്സ് ഒന്നും അങ്ങനെ മഴയ്ക്ക് വേണ്ടിയിട്ട് വെൽ ഡിസൈൻഡ് അല്ല. കാരണം ഇവർക്ക് വർഷത്തിൽ 1-2 മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ.
അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്ടർ ലോഗിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പ് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ക്ലീനിങ് പാർട്ടി വഴിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അവർ അവരുടെ വെഹിക്കിളിലാണ് വരുന്നത്. ആ വെഹിക്കിളിൽ ഒരു പമ്പുണ്ട്. അത് ഈ വാട്ടർ ലോഗിങ്ങിലുള്ള വെള്ളത്തെ മുഴുവൻ വലിച്ച് ടാങ്കിനുള്ളിലാക്കി അവിടുന്ന് പോകും. ഇത് മഴയ്ക്ക് മുന്നേ തന്നെ ഇവർ പല സ്ഥലത്തും ക്യാമ്പ് ചെയ്യുന്നത് കാണാം. ചില സ്ഥലത്ത് മഴയ്ക്ക് ശേഷം ഇവർ വന്ന് അവിടുന്ന് വെള്ളം വലിച്ചെടുത്ത് പോകുന്നത് കാണാം. പിന്നെ വേറൊരു കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ വളരെയധികം ഡിജിറ്റൽ സൈൻ ബോർഡ്സ് ഉണ്ട്. ഈ സൈൻ ബോർഡ്സിലെല്ലാം അതാത് സമയത്ത് വാർണിംഗ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്പീഡാണെങ്കിൽ പോലും 120 ആണ് മിക്ക മെയിൻ ഹൈവേയിലും ഇവിടുത്തെ അലൗഡ് ആയിട്ടുള്ള സ്പീഡ്. അത് മാറി 90 ആവുന്നതും 80 ആവുന്നതും ചില സ്ഥലത്ത് 60 വരെ ആകുന്നതും നമുക്ക് കാണാം. തന്നെയുമല്ല, വാട്ടർ ലോഗിങ് ഉള്ള സ്ഥലങ്ങളിൽ ആ പ്ലേസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വാർണിംഗ് ബോർഡ്സിൽ ആ ഇൻഡിക്കേഷൻ കാണാം. വാട്ടർ ലോഗിങ് എഹെഡ് ഇൻ 100 മീറ്റേഴ്സ്, വാട്ടർ ലോഗിങ് എഹെഡ് ഇൻ 200 മീറ്റേഴ്സ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇവർ ഈ സൈൻ ബോർഡ് വഴി നമുക്ക് നൽകുന്നുണ്ട്. ഇത് മുഴുവൻ ചുറ്റി നടന്ന് കാണണമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവർ ഇതിനുള്ളിൽ തന്നെ ഒരു ടോയ് ട്രെയിൻ പോലത്തെ ഒരു ട്രെയിൻ ഇവർ വെച്ചിട്ടുണ്ട്. ആ ട്രെയിനിൽ കയറിയാൽ ഇവർ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമ്മളെ ഈ മാള് ഫുള്ള് ചുറ്റി കാണിക്കും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സ്റ്റോറുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം കാണാം. വെണ്ടം മാളിലോട്ട് നമ്മൾ വരാനുള്ള പ്രധാന കാരണം ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസിങ് ഫൗണ്ടൻ ഉണ്ട്. നമ്മൾ വെണ്ടം മാളിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ അവരുടെ പ്രധാന അട്രാക്ഷനായിട്ട് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് ഈ വാട്ടർ ഫൗണ്ടനാണ്. പക്ഷേ നമ്മൾ എത്തിയ സമയത്ത് ഇവിടെ മഴയായിരുന്നതുകൊണ്ട് ഈ ഡാൻസിങ് ഫൗണ്ടൻ ഇപ്പോൾ ഇവർ ഓൺ ആക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലാജിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ മാളാണിത്. കാരണം ഒരുപാട് ഏരിയ ഉള്ള ഒരു മാളാണ് വെണ്ടം മാള്. ഒരുപാട് ബ്രാൻഡ് സ്റ്റോറുകളുണ്ട്, ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു മാളാണ് വെണ്ടം മാൾ. ഇപ്പോൾ ഇവർ ഫൗണ്ടൻ ഓൺ ആക്കുന്ന കറക്റ്റ് ടൈമായി. ഗെയിം ഓഫ് ത്രോൺസിലെ മ്യൂസിക്കാണ് ഇവർ ഇട്ടിരിക്കുന്നത്. നമുക്കെന്തായാലും അതുകൂടെ കാണാം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We lay awake in bed, the glass so